ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ വൻ പൊട്ടിത്തെറി. ശ്വേതാ മേനോൻ അധ്യക്ഷയായ 17-അംഗ ഭരണസമിതി രാജിവെച്ചു. ജനറൽ ബോഡി യോഗത്തിന് ശേഷമാണ് നാടകീയമായ രാജിപ്രഖ്യാപനം. അമ്മ സംഘടനയിൽ നിന്ന് തന്നെ രാജിവെക്കുന്നു എന്നും അജണ്ട വെച്ച് തങ്ങളെ പുറത്താക്കാൻ ശ്രമം നടത്തിയെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചതായി വൈസ് പ്രസിഡന്റായിരുന്ന ലക്ഷ്മി പ്രിയയും പ്രതികരിച്ചു. ഞാൻ പേഴ്സണലി ശ്വേത മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ആദ്യമേ ഒരു എന്താ പറയുക എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. കുറ്റാരോപിതരായ എല്ലാ ആൾക്കാരും ബാക്കി പേരുകൾ അത് അടുത്ത പ്രാവശ്യം ഞാനിത് ഗൂഢാലോചന അതിന്റെ ഒരു കെണിയായി തന്നെയാണ്. ഇതിൽ വനിതയല്ല, ഇതിൽ പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. ഞാൻ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. ഒരു സൈഡ് പറയുന്ന നറേഷൻ നമ്മൾ മാത്രം വിശ്വസിക്കുന്നു. ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് ബുക്ക് പുറത്തേക്ക് വിടാൻ പറ്റാതിരുന്നത് പോലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് പൂർണ്ണമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഭരണസമിതിക്കാണ്, അല്ലാതെ ഞങ്ങൾക്കല്ല. ട്രഷറർ ഉണ്ണി ശിവപാലിനെതിരെയും മുൻ ഭരണസമിതിക്കെതിരെയും ആരോപണം ഉന്നയിച്ച ശേഷമാണ് ശ്വേതാ മേനോന്റെ രാജിപ്രഖ്യാപനം. എന്നാൽ ശ്വേതാ മേനോനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ജനറൽ സെക്രട്ടറി ബാബുരാജ് രംഗത്തെത്തി. ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ട് അവർ തന്നെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്കാടല്ല വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട് ഒരു ബെഞ്ച് ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവരെ കാണിക്കുന്നത്. അമ്മ സംഘടനയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാനില്ല എന്നാണ് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥിന്റെ പ്രതികരണം. മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, താരസംഘടനയിലെ പ്രശ്നങ്ങൾ അവരുടെ ആഭ്യന്തര കാര്യമാണ്. സർക്കാർ അതിനകത്ത് ഇടപെടാൻ തക്കതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. മലയാള സിനിമ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തി നോക്കിയാൽ മലയാള സിനിമയുടെ ഒരു വീണ്ടും അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, വീണ്ടും ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കും. പുതിയ ആഡ്ഹോക് കമ്മിറ്റിക്കായി 9-അംഗ പാനൽ അവതരിപ്പിച്ചു. വിപിൻ C. വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, ഇന്ന് രാവിലെ മുതൽ തന്നെ പല വാർത്തകളുണ്ടായിരുന്നു. അതിൽ വിപിൻ ബ്രേക്ക് ചെയ്തതാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു എന്നുള്ളത്. പിന്നീട് ഈ ജനറൽ ബോഡി യോഗം തുടങ്ങിയതിനു ശേഷം രാജ്യസന്നദ്ധത അറിയിക്കുന്നു, പിന്നീട് ഭരണസമിതി മുഴുവനായി രാജിവെക്കുന്നു എന്ന വാർത്ത. ഏറ്റവും ഒടുവിൽ ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പറയുമ്പോഴാണ് അവർ അംഗത്വം പോലും രാജിവെച്ചിരിക്കുന്നു എന്നുള്ള അപ്രതീക്ഷിതമായ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന വിവരം നമ്മളൊക്കെ അറിഞ്ഞത്. ഇന്ന് എന്താണ് ജനറൽ ബോഡിയിൽ സംഭവിച്ചത്? ഇനി അടുത്ത നീക്കങ്ങൾ എങ്ങനെയാകും? ആഡ്ഹോക് കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിച്ചു. ജനറൽ ബോഡി യോഗം തുടരുകയാണോ? അനുജ, ജനറൽ ബോഡി യോഗം തുടരുകയാണ്. അമ്മയിൽ കഴിഞ്ഞ കുറച്ച് കാലമായി തന്നെ നിലനിന്നിരുന്ന ഗ്രൂപ്പിസം, അതിന്റെ ചേരിപോര്, അതെല്ലാം തന്നെ ഒരു പൊട്ടിത്തെറിയിൽ കലാശിച്ചിരിക്കുന്നു. അമ്മയിലെ ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും ഉൾപ്പെടെയുള്ള 17-അംഗ സമിതി മുഴുവനായും രാജിവെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പ്രാഥമിക അംഗത്വം ശ്വേതാ മേനോനും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ലക്ഷ്മി പ്രിയയും രാജിവെച്ചിരിക്കുകയാണ്. പൂർണ്ണമായും ഇതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രാഥമിക അംഗത്വം പോലും ശ്വേതാ മേനോൻ രാജിവെച്ചിരിക്കുന്നത്. ഒരു വർഷം മാത്രമായിരുന്നു ഈ ഒരു വലിയ വിപ്ലവത്തോടു കൂടി വലിയ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു വന്നിട്ടുള്ള ഒരു വനിതാ നേതൃത്വത്തിന്റെ ആയുസ് എന്നുള്ളതാണ്. അതിനുശേഷം തനിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ
കണക്കുകളിൽ ഒരു കൃത്യതയില്ല, അതിലൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള വിമർശനം. ഇന്നത്തെ വാർഷിക റിപ്പോർട്ടിന്റെ സമർപ്പണം അതുപോലെ തന്നെ കണക്കുകളും ഒരു വിഭാഗം അംഗീകരിക്കാൻ തയ്യാറായില്ല. സിദ്ദിഖും ബാബുരാജും ഇടവേള ബാബുവും ഉൾപ്പെടെയുള്ള സംഘം ഇതിനെ നഖശികാന്തം എതിർത്തു. കാരണം ഈ കണക്കുകളിലൊന്നും തന്നെ ഒരു വ്യക്തതയുമില്ല, അതൊരു സുതാര്യതയില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള ആരോപണം. എന്നാൽ 45 ദിവസം കൂടി തനിക്ക് അതിന് സമയം വേണം എന്നുള്ളതായിരുന്നു ശ്വേതാ മേനോൻ പറഞ്ഞത്. കാരണം ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാൽ ആ കാര്യങ്ങൾ ഏറ്റെടുത്തില്ല. ഒപ്പം തന്നെ അദ്ദേഹം ഒരു കുറ്റാരോപിതനായി ഏകദേശം 1.5 മാസമായി അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അതുകൊണ്ടാണ് ഈ കണക്കുകളിൽ അല്പം താമസം വന്നത് എന്നുള്ളത് പറഞ്ഞു. എന്നാൽ ഈ ഒരു അമ്മയിലെ ഇപ്പോഴത്തെ നേതൃത്വം അത് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും കാര്യമുള്ളതല്ല. ഒപ്പം തന്നെ വലിയ അവഗണന പല ഘട്ടങ്ങളിലും അത് അംഗങ്ങൾക്ക് ഉണ്ടാക്കുന്നതായി, ഒപ്പം തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും അതുമാകുന്നു. ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ബഹുഭൂരിപക്ഷവും ഒരു അവിശ്വാസ പ്രമേയം പോലെ തന്നെ അത് രംഗത്തേക്ക് വരികയും അത് പറയുകയും ചെയ്തു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ഈ രാജി. എന്നാൽ അത് ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. കുറ്റാരോപിതർ വീണ്ടും രംഗത്തേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ള വലിയ ഒരു ആരോപണം കൂടി പറഞ്ഞുകൊണ്ടാണ് ശ്വേത ഇന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇപ്പോൾ അനൂപ് ചന്ദ്രനെ പോലുള്ളവർ ശ്വേതാ മേനോനെ അംഗീകരിച്ചുകൊണ്ട് ചെറിയ പാകപ്പിഴവുണ്ടെങ്കിൽ തിരുത്താമായിരുന്നു, ഒരു അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് പോകേണ്ട സാഹചര്യമില്ല എന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ചേരിപോര് പെട്ടെന്ന് അവസാനിക്കുന്ന മട്ട് ഇപ്പോഴും ഇല്ല എന്ന് പറയാം. അഡ്ഹോക് കമ്മിറ്റിയെ രമേശ് പിഷാരടി ആയിരിക്കും നയിക്കുക. ഗണേഷ് കുമാർ ഉൾപ്പെടെ ജഗദീഷും ഉൾപ്പെടെയുള്ളവരായിരിക്കും. 4 മാസമാണ് അതിന്റെ കാലാവധി. 4 മാസങ്ങൾക്ക് ശേഷം അത് തുടരണോ അല്ലെങ്കിൽ വേണ്ടോ എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ അഡ്ഹോക് കമ്മിറ്റി ഇനി അമ്മയെ നിയന്ത്രിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.